ഇതുവരെ പിടിച്ച് കാട്ടിൽ വിട്ടത് 3500-ലധികം പാമ്പുകളെ. സ്നേക്ക് സുരേഷിന്റെ ജീവിതം സാഹസിക നിറഞ്ഞതും ഒപ്പം പ്രചോദിപ്പിക്കുന്നതുമാണ്. ഏറ്റവും റിസ്ക് ഉള്ളതാണ് സ്നേക്ക് റെസ്ക്യൂവറിൻ്റെ ജോലി. എന്നാൽ സുരേഷിന് ഈ റിസ്ക് ഇന്ന് ജീവിതത്തിൻ്റെ ഒരു ശീലമാണ്. കാസർഗോഡ് കുമ്പള കഞ്ചിക്കട്ടെ സ്വദേശിയായ സുരേഷ് 4 പതിറ്റാണ്ട് കാലമായി പാമ്പുകളെ പിടികൂടി സുരക്ഷിതമായി കാട്ടിലേക്ക് തുറന്നുവിട്ട് അപൂർവ സേവനം അനുഷ്ഠിച്ചു വരുന്നു. സ്നേക്ക് സുരേഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇദ്ദേഹം ഇതുവരെയായി 3500-ലധികം പാമ്പുകളെ പിടികൂടി റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. പിടികൂടിയ പാമ്പുകളിൽ ഭൂരിഭാഗവും മൂർഖന്മാരാണെന്ന് സുരേഷ് പറയുന്നു. ചെറുപ്പം മുതൽ തടാകങ്ങളിലും കായലുകളിലും തവളകളോടും മറ്റ് ജലജീവികളോടും കളിച്ചു വളർന്ന സുരേഷ് 15-ാം വയസ്സിലാണ് ആദ്യമായി പാമ്പിനെ പിടികൂടുവാൻ ധൈര്യപ്പെട്ടത്. തുടർന്ന് അത് ആയിരക്കണക്കിന് പാമ്പുകളെ പിടികൂടി കാട്ടിലേക്ക് തുറന്നുവിടുന്ന സേവനമായി വളർന്നു. നിലവിൽ കേരള വനം വകുപ്പിന്റെ ഔദ്യോഗിക ലൈസൻസ് ഉള്ള പാമ്പ് പിടുത്തക്കാരനാണ് സുരേഷ്. ഈ മേഖലയിൽ വീടുകളിലും പരിസരങ്ങളിലും പാമ്പുകളെ കണ്ടാൽ ആദ്യം വിളിക്കുന്നത് സുരേഷിനെയാണ്. ഉടൻ സ്ഥലത്തെത്തുന്ന ഇദ്ദേഹം പാമ്പിനെ സുരക്ഷിതമായി പിടികൂടി കാസർഗോഡ് വനം വകുപ്പിന് കൈമാറുന്നു. പിന്നീട് വനം വകുപ്പ് അതിനെ കാട്ടിലേക്ക് തുറന്നുവിടുന്നു. ഈ സേവനത്തിന് സുരേഷിന് വനം വകുപ്പിൽ നിന്നും പ്രതിഫലം ലഭിക്കുന്നില്ല. ജനങ്ങൾ നൽകുന്ന സംഭാവനകളാണ് അദ്ദേഹത്തിന്റെ ആശ്രയം. സുരേഷിന്റെ സേവനം പകരം വയ്ക്കാനില്ലാത്തതും മനുഷ്യത്വപരവുമാണെന്ന് നാട്ടുകാർ പറയുന്നു. പരിക്കേറ്റ പാമ്പുകളെ ചികിത്സിച്ച് സുഖപ്പെടുത്തുന്നതും സുരേഷിന്റെ പ്രത്യേകതയാണ്. ഒരിക്കൽ പരിക്കേറ്റ ഒരു മൂർഖനെ വീട്ടിലെത്തിച്ച് ആഴ്ചകളോളം പരിചരിച്ച് പൂർണ്ണമായി സുഖം പ്രാപിച്ചതിനു ശേഷം കാട്ടിലേക്ക് തുറന്നുവിട്ട സംഭവവും ശ്രദ്ധേയമാണ്. വന്യജീവികളോടുള്ള കരുണ സുരേഷിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. കാലൊടിഞ്ഞ ഒരു മയിലിനെ മൃഗാശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. പിന്നീട് വീട്ടിൽ പരിചരിച്ച് സുഖം പ്രാപിച്ച ശേഷം കാട്ടിലേക്ക് വിട്ടതും ഇദ്ദേഹത്തിൻ്റെ സേവന മനോഭാവത്തിൻ്റെ ഉദാഹരണമാണ്. നിരവധി പക്ഷിക്കുഞ്ഞുങ്ങൾക്കും ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ മൂലം പുതുജീവൻ ലഭിച്ചിട്ടുണ്ട്. പാമ്പ് പിടുത്തത്തിനിടയിലുണ്ടായ പേടിപ്പെടുത്തുന്ന അനുഭവവും സുരേഷ് ഓർക്കുന്നു. ഒരു വീട്ടിൽ കയറിയ മൂർഖനെ പിടികൂടുന്നതിനിടെ അത് കൈമുട്ടിൽ കടിച്ചു. ഗുരുതരാവസ്ഥയിൽ മംഗളൂരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ജീവൻ രക്ഷപ്പെടുവാനുള്ള സാധ്യത കുറവാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. എന്നാൽ വ്യവസായിയായ നാരായൺ പ്രഭു എന്നയാൾ ഏകദേശം 3 ലക്ഷം രൂപ ചിലവഴിച്ച് ചികിത്സ നൽകിയതോടെ സുരേഷ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പാമ്പുകളെ പിടികൂടുന്നതിൽ ജാഗ്രതയും ഏകാഗ്രതയും അത്യന്തം ക്ഷമയും വേണമെന്ന് സുരേഷ് പറയുന്നു. വനം വകുപ്പിന്റെ പരിശീലനവും മാർഗനിർദ്ദേശങ്ങളെല്ലാം ലഭിച്ചിട്ടും ഇതുവരെ 3-4 തവണ പാമ്പ് കടിയേറ്റിട്ടുണ്ടെന്ന് ഇദ്ദേഹം തുറന്നു പറയുന്നു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഉടൻ ചികിത്സ ലഭിക്കുമെന്നാണ് സുരേഷിന്റെ ആത്മവിശ്വാസം. ഞാനൊരു 15 വയസ്സിലെൻ്റെ ഒരു പാമ്പ് പിടിച്ചത് നമ്മുടെ നാട്ടിൽ കുമ്പള പറയുന്ന സ്ഥലത്ത് ഭയങ്കരപ്പെട്ട മൂർഖനെല്ലാം ആ മൂർഖനെല്ലാം പിടിച്ചിട്ട് കാട്ടിൽ വിട്ടുകൊണ്ടാണ്. അങ്ങനെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് പ്രകാരം ഞാനിപ്പോൾ റെസ്ക്യൂ ചെയ്ത് ഫോറസ്റ്റിലേക്ക് ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ ഇതുവരെയ്ക്ക് എൻ്റെതൊന്നും തെറ്റായിട്ടില്ല. പാമ്പ് എന്ന് പറയുന്നത് സാധനമാണ്. ഇന്നലെ അവർ ഈ മൊഗ്രാലിൽ ഒരു പാമ്പുണ്ടായിരുന്നു. ആ പാമ്പിനെ റെസ്ക്യൂ ചെയ്ത് ഒരു മാളത്തിലുണ്ടായിരുന്നു. രാത്രി പോയിട്ട് അതിനെ റെസ്ക്യൂ ചെയ്ത് റിലീസും ചെയ്തു കാട്ടിലേക്ക്. അത് ഇങ്ങനെ ആയിക്കൊള്ളു. ഒരു 3000-ൻ്റെ മുകളിലായി, 3500-ഓളമായി ആ പാമ്പ് പിടിക്കുന്നത്. ഇന്നും എല്ലാവരും 5 പ്രാവശ്യം പാമ്പ് കടി കിട്ടി. ഗവൺമെൻറ് ഇവിടെ മംഗലാപുരം ഫാദർ മൂലയിൽ ഒരു 1.5 ലക്ഷം റുപ്യ അവിടെ ചിലവായി. അങ്ങനെ ഒരു എന്തെല്ലാം ആയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഞാൻ പാമ്പ് പിടുത്തം തുടർന്നുകൊണ്ടേ ഉണ്ട്. ഒന്നും പ്രശ്നമൊന്നുമില്ല. ഇന്നും അങ്ങനെ തുടരുമെന്ന് പറഞ്ഞാൽ എനിക്കൊരു വിശ്വാസം. എല്ലാ ദൈവത്തിൻ്റെ കൈവില്ലില്ല. ഗോപാലകൃഷ്ണ മോഹിനി ദമ്പതികളുടെ 5 മക്കളിൽ മൂത്തവനായ സുരേഷ് മുൻപ് മരപ്പണിക്കാരനായിരുന്നു. ഇപ്പോൾ പാമ്പ് പിടുത്തം തന്നെയാണ് മുഴുവൻ സമയ ഉപജീവന മാർഗം. പ്രതിഫലമില്ലാതെ ജീവൻ പോലും പണയപ്പെടുത്തി സുരേഷ് നടത്തുന്ന ഈ സേവനം സമൂഹത്തിന് മാതൃകയായി മാറുകയാണ്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.